Little Bins Presents. കുട്ടികൾക്കായുള്ള പുതിയ കഥകൾക്കും പ്രസംഗങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. അവിടുന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് സ്വയം നടത്തുന്ന ഒരു വിശകലനമുണ്ട്. ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ അതൊരൊറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: എല്ലാം മനോഹരമായിരിക്കുന്നു. പിന്നെ എവിടെയാണ് ദൈവത്തിന് പിഴച്ചത്? ലോകത്തിൽ എല്ലാ വസ്തുക്കളുടെയും മേൽ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. പെറ്റ് പെരുകുവാനും ലോകത്തെ കീഴ്പ്പെടുത്തുവാനും സ്വന്തം ഇഷ്ടം പോലെ വിനിയോഗിക്കുവാനും അവന് ദൈവം അധികാരം കൊടുത്തു. സ്വാതന്ത്ര്യത്തോടെ സ്വാർത്ഥതയോടെ മനുഷ്യൻ ഈ ലോകത്തെ ഉപയോഗിച്ചു. ഫലമോ ലോകം തന്നെ നാശത്തിൻ്റെ വെല്ലുവിളിയെ നേരിടുന്നു. മനുഷ്യൻ ഈ അബദ്ധം തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 1980കളിൽ അവർ സ്കൂളിൽ പഠിച്ചിരുന്ന നാളുകളിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പുതിയ വാക്കായിരുന്നു. എന്നാൽ ഇന്നത് മനുഷ്യൻ്റെ ജീവശ്വാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി വാസയോഗ്യമായി തുടരണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പുതിയ മാർഗമായി തുടരണം. എന്താണ് പരിസ്ഥിതി? ജീവൻ വളരുവാൻ അനുയോജ്യമായ ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥയാണ് പരിസ്ഥിതി. ചൂടും തണുപ്പും മഴയും വെള്ളവും കാടും നാടും മനുഷ്യനും മൃഗവും പാമ്പും പക്ഷിയും മീനും പുഴയും ഒക്കെ ഇതിൽപ്പെടും. ലോകത്തിൽ മനുഷ്യർ കാട്ടിക്കൂട്ടിയ പരിഷ്കാരങ്ങൾ മൂലം ഇവയുടെ താളം തെറ്റിയിരിക്കുന്നു. ഊർജോൽപാദനവും വിനിയോഗവും അതുവഴി ഉണ്ടാകുന്ന മലിനീകരണവും മൂലം ഭൂമിയുടെ ഊഷ്മാവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. കടലിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പല ജീവജാലങ്ങളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെയുള്ള പരിഹാരക്രിയകളെയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടികൾ ഉണ്ടാക്കുകയും ലോകത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് രഹിത നാഗരികതയും സാമൂഹ്യ വനവൽക്കരണവും ഒക്കെ ഇതിൽപ്പെടും. ഈ കഴിഞ്ഞ ജൂൺ 5-ന് ചൈനയിൽ വെച്ച് നടന്ന ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്രതിരോധിക്കാം വായു മലിനീകരണം എന്നതായിരുന്നു. ലോകത്തിൽ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന ചൈന അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എടുത്ത നടപടികൾ ലോക ശ്രദ്ധ ആകർഷിച്ചു. പെട്രോളിയവും കൽക്കരിയും പോലെയുള്ള കാർബൺ അധിഷ്ഠിത ഇന്ധനങ്ങൾ കഴിവതും ഒഴിവാക്കിക്കൊണ്ട് ഊർജോൽപാദനം നടത്തുക ആണ് ഇതിനുള്ള ഏക മാർഗം. ഇക്കഴിഞ്ഞ വർഷം മാത്രം ചൈനയിൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം 10 ലക്ഷത്തെക്കാളധികമാണെന്നറിയുമ്പോൾ ഈ രംഗത്ത് ചൈന എത്ര മുന്നിലെത്തിയെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ തലസ്ഥാനമായ ഡൽഹി ഇടയ്ക്കിടെ വായു മലിനീകരണം കൊണ്ട് റെഡ് അലേർട്ടിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ശ്വസിക്കാനുള്ള വായു കുപ്പിയിലാക്കി പോക്കറ്റിലിട്ടേണ്ട അവസ്ഥ അധികം വിദൂരത്തല്ല എന്ന് പറയാം. ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ രംഗത്ത് എനിക്ക് എന്ത് ചെയ്യാനാവും എന്ന് ഞാൻ ആലോചിച്ചു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, മരങ്ങൾ നട്ടുവളർത്തൽ, കഴിവതും കുറച്ച് സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം ഒക്കെ ഈ ചെറുപ്രായത്തിലൂടെയും മാതാപിതാക്കളൂടെയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിതത്തിലും പരിസ്ഥിതി സൗഹൃദ ചര്യങ്ങൾ തുടങ്ങാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങുവാൻ ഈ എല്ലാം മനോഹരമായ ഈ ലോകം അടുത്ത തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.